മാന്യമിത്രങ്ങൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ മുള്ളാത്ത, എല്ലാവർക്കും സുപരിചിതമാണ് മുള്ളാത്ത. ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള പഴങ്ങൾ ഉണ്ടാകുന്ന ഈ മുള്ളാത്തയുടെ വളപ്രയോഗ രീതികളും അതുപോലെ തന്നെ ഇതിൻ്റെ ശിഖരങ്ങൾ മുറിക്കുന്ന രീതിയാണ്. സാധാരണഗതിയിൽ 3 വർഷം ആണ് ഒരു മുള്ളാത്ത കായ്ക്കാൻ വേണ്ടത്. ഇത് നമ്മൾ അരിയിട്ട് കിളിപ്പിച്ച, അതായത് വിത്തിട്ട് കിളിപ്പിച്ച മുള്ളാത്തയാണ്. ഇത് വഡ് തൈകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 3 വർഷമാണ് കായ്ക്കാൻ വേണ്ടത്. അത് 3 വർഷത്തിന് ഉള്ളിൽ തന്നെ കായ്ഫലം ലഭ്യമാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സംരക്ഷണമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ദയവായി നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഈ മുള്ളാത്ത ഉൾപ്പെടെയുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും ഇപ്പോഴേ നമ്മൾ ചെറിയ രീതിയിൽ മേപ്പോട്ട് ഒരുപാട് ഇത് വളരാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഇത് കയറി പറിക്കാനും ഒക്കെയുള്ള ഒരു നമുക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പം മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ എത്ര ഉയരത്തിൽ പോയാലും നമുക്ക് കയറി പറിക്കാനൊക്കെ അയലോകത്തു നിന്നൊക്കെ ആരെങ്കിലും വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല. ഇപ്പോൾ നമുക്ക് തറയിൽ നിന്നുകൊണ്ട് തന്നെ പറിക്കാവുന്ന രീതിയിലുള്ള പഴവർഗ്ഗങ്ങളും മറ്റ് ഭക്ഷ്യവിളകളും ഒക്കെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറിയ രീതിയിൽ ശിഖരങ്ങൾ മുറിച്ച് പടർത്തി നല്ല രീതിയിലാക്കി സംരക്ഷിച്ച് കായകൾ ഉൽപ്പാദിക്കുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അനാവശ്യമായ ശിഖരങ്ങൾ മുറിച്ചു മാറ്റണം. എന്തിനാണ് അനാവശ്യ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുക എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ഈ വളം, ഇതിപ്പോൾ 1 വർഷമായി ഇത് നട്ടിട്ട് ഈ 1 വർഷത്തെ വളർച്ച നല്ല വളർച്ചയാണ്. നമ്മൾ ചെയ്യുന്ന ഈ വളം ഇത് വലിച്ചെടുക്കുമ്പോൾ ഈ ശിഖരങ്ങൾക്ക് മൊത്തവും ഇത് വേണം. ശിഖരങ്ങളുടെ മൊത്തം വളർച്ചയ്ക്ക് ഈ വളം ആവശ്യമാണ്. എന്നാൽ ഇതേപോലെയുള്ള പ്രയോജനമില്ലാത്ത ശിഖരങ്ങൾ നമ്മൾ മുറിച്ച് കളയുകയാണെങ്കിൽ ആ ശിഖരങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങ് പോയതിനു ശേഷം നല്ല ശിഖരങ്ങൾ മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ സൂര്യപ്രകാശം ഈ തടിയൽ ഏക്കും. ചൂടും സൂര്യപ്രകാശമൊക്കെ ഈ തണ്ടൽ ഏക്കും. അപ്പോൾ നമ്മുടെ കൂട്ട് തന്നെ ഇത് വലിച്ചെടുക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ, അതായത് വളങ്ങളിൽ വിഘടിച്ച് പോകേണ്ടതുണ്ട്. സൂര്യപ്രകാശമൊക്കെ ഏറ്റ് വിഘടിച്ച് പോകേണ്ടതുണ്ട്. അതിൻ്റെ വേണ്ടുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ വിഘടിച്ച് പോകണമെങ്കിൽ സൂര്യപ്രകാശം നേരിട്ട് ഈ കമ്പിലൊക്കെ എത്തിക്കണം. അപ്പോൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ ശിഖരങ്ങൾ മുറിച്ച് കളയുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, അനാവശ്യ ശിഖരങ്ങൾ കൊണ്ട് പ്രയോജനമില്ല. മറ്റൊന്ന്, ശിഖരങ്ങൾ കൂടുതലുണ്ടെങ്കിൽ കായ്ഫലം ലഭ്യമാക്കാൻ സമയം കൂടുതലെടുക്കും. അതാണ് മുൻകാലങ്ങളിൽ, പഴയ കാലങ്ങളിലൊക്കെ പ്ലാവും അങ്ങനെയൊക്കെയുള്ള എല്ലാം കായ്ക്കാൻ വർഷങ്ങളോളം എടുക്കുന്നു. മാവും ഒക്കെ കായ്ക്കാൻ 7 വർഷം 8 വർഷമൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അത് ചെയ്യാത്തതുകൊണ്ടായിരുന്നു. അന്ന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനല്ല. ഇന്ന് വളരെ പെട്ടെന്ന് നമുക്ക് കായ്ഫലം ലഭ്യമാക്കണം. അതുപോലെ തന്നെ ഒരുപാട് ഉയരങ്ങളിൽ പോകരുത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് പഴയ കാലങ്ങളിൽ പ്ലാവ്, മാവ് ഇതിനൊന്നും വളം ചെയ്യത്തില്ലായിരുന്നു. അത് തീർച്ചയായിട്ടും അഴുകുന്ന മണ്ണിൽ നിന്ന് തന്നെ താനെ വളം വലിച്ചെടുത്ത് വളരുമായിരുന്നു. ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ നമ്മളെല്ലാത്തിനും വളം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ പരിചരിക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആവശ്യമില്ലാത്ത ശിഖരങ്ങൾ കട്ട് ചെയ്യുകയാണ്. ഇത് ശിഖരങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വളർന്ന് നിൽക്കുമ്പോൾ കാഴ്ചയ്ക്ക് ഒരു നല്ല ചന്തം ഉണ്ടാകത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ശിഖരങ്ങൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യേണ്ട. ഇങ്ങനെ ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ ഇവിടുന്ന് ചിലപ്പോൾ 2 എണ്ണം കിളിച്ചിരിക്കും. അത് വലിയ മേപ്പോട്ട് പോകത്തുമില്ല, കാണാൻ നല്ല ചന്തമായിരിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശിഖരങ്ങൾ കട്ട് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ആയുധം എന്ന് പറയുമ്പോൾ, ഇതിപ്പം കട്ടറാണ്. ഇത് ഈ സസ്യങ്ങളൊക്കെ കട്ട് ചെയ്യാനുള്ള ഒരു കട്ടറാണ്. കട്ടർ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ കട്ടർ ഓരോ ശിഖരങ്ങളും, ഓരോ വൃക്ഷത്തിൻ്റെയും ശിഖരങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും അണുനാശിനി, കറ്റാർവാഴയുടെ ജെല്ലോ, അതല്ലെങ്കിൽ നമ്മൾ കോവിഡ് കാലത്ത് ഉപയോഗിച്ചിരുന്ന കൈയൊക്കെ തുളയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ആ സംഗതിയോ, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഡെറ്റോളോ, അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്യണം. അതല്ലെങ്കിൽ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ പതയുള്ള സോപ്പ് ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചു വെക്കണം. എന്നതിന് ശേഷം അടുത്ത ഒരു സംഗതി നമ്മൾ ഉപയോഗിക്കാവും. ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് മനുഷ്യർക്കുണ്ടാകുന്നതിൻ്റെ കൂടെ തന്നെ സസ്യലതാദികൾക്കും പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങൾക്കും ഒക്കെ ഓരോരോ രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഇത് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പിന്നെ മുള്ളാത്തയെ സംബന്ധിച്ചാണെങ്കിലും മുള്ളാത്തയ്ക്കൊക്കെ നല്ല രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. അതായത് സാധാരണ രോഗങ്ങളൊന്നും ഉണ്ടാവാറില്ല. കാരണം രോഗങ്ങൾ ഇല്ലാതാക്കാൻ കഴിവുള്ള കായ്ഫലമാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ഇതിന് രോഗങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ ചെയ്യുന്നത്, കാരണം ഇതിൻ്റെ ഇലകളിങ്ങനെ കുട പോലെയൊക്കെ ആയി വരാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആവശ്യമില്ലാത്ത ശിഖരങ്ങളെല്ലാം മുറിച്ച് മാറ്റി കഴിഞ്ഞു. അതിൻ്റെ മണ്ട, ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം നമ്മൾ നിർത്തിയപ്പോണ്ട് ആ മുകൾ ഭാഗം നമ്മൾ കളയണമെങ്കിൽ ഇത്
ഇവിടെയൊക്കെ ചില കിളിപ്പുകളൊക്കെ പൊട്ടിയതിന് ശേഷം മാത്രമേ ആ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്യത്തുള്ളൂ. എങ്കിലേ അത് നല്ല ഷേപ്പായിട്ട് നല്ല രൂപത്തിൽ വരത്തുള്ളൂ. ഇനി നമ്മൾ അടുത്തായി ചെയ്യുന്നത് ഇതിൻ്റെ ചുവട് ഇതിപ്പോൾ നട്ടതിന് ശേഷം പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തില്ല, അവിടെ മണ്ണിലുണ്ടായിരുന്ന വളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചുവട് ഒന്ന് വൃത്തിയാക്കുകയാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ വൃക്ഷങ്ങളുടെയൊക്കെ ചുവട്ടിൽ ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വരുവാണെങ്കിൽ വളമിടുന്ന സമയങ്ങളിൽ ഇത് പറക്കി മാറ്റി ദൂരെ കൊണ്ടു കളയണം. ഇല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് കിടക്കുന്ന അത്രയും സ്ഥലത്തൂടെ വെള്ളം താപ്പോട്ട് ഇറങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ ആ വേരിന് വെള്ളം കിട്ടാതെ വരികയും അത് വേര് ശുഷ്കിച്ചു പോവുകയും ചെയ്യും. ഏതൊരു സസ്യത്തിൻ്റെയും വേരുപടലം ആണ് ആ സസ്യത്തെ വളർത്തി വലുതാക്കുന്നതിലും മികച്ച കായ്ഫലം തരുന്നതിലും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അപ്പോൾ നമ്മൾ വളമിടാൻ പാകത്തിൽ ഇതിൻ്റെ ചുവട് വൃത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇടുന്നത് ആദ്യമായിട്ട് ജൈവവളമാണ് നമ്മളിടുന്നത്. കമ്പോസ്റ്റ് വളം, അത് ചാമ്പൽ ഉൾപ്പെടെയുള്ള ജൈവവളമാണ് നമ്മളിടുന്നത്. വളമിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്പം അകലെ കൂട്ടി വേണം വളമിടാൻ. ഇതല്ലേ ഒരു ചട്ടി ജൈവവളം ഇട്ടു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഒരു സസ്യത്തിൻ്റെ വേരുപടലം ശക്തി പ്രാപിക്കാൻ എല്ലുപൊടി അത്യാവശ്യമാണ്. വളരെ പുരാതന കാലം തന്നെ കർഷകർ എല്ലുപൊടി ഉപയോഗിച്ചിരുന്നു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് നമുക്കറിയാം വേരുകൾക്ക് രോഗകീടബാധകൾ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒപ്പം ചെറിയ ഒരു വളം കൂടിയാണ് ഇത്. ക്രമേണ ജലവുമായി ചേർന്ന് അലിഞ്ഞ് ഈ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാനും മണ്ണിലെ കൃമികളെയും കീടങ്ങളെയും നശിപ്പിക്കാനുമുള്ള പ്രത്യേക കഴിവ് വേപ്പിൻ പിണ്ണാക്കിന് ഉണ്ട്. അടുത്തായി കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ
നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പശുവിന് കൊടുക്കുന്ന പിണ്ണാക്കാണ്. ഈ പിണ്ണാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പച്ചില വളത്തിന് തുല്യമായിട്ടുള്ള ഒരു വളമാണ്. ഇലകൾ നല്ല ശക്തി ആർജിക്കാനും പെട്ടെന്ന് കായ്ഫലം തരാനും ആണ് ഈ കടലപ്പിണ്ണാക്ക് നമ്മൾ ചേർക്കുന്നത്. ഇത് ഇങ്ങനെ അങ്ങനെ ഇട്ടാൽ മതി, കാരണം ക്രമേണ വളം വലിച്ചെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ നയം. പെട്ടെന്ന് വളം എടുക്കേണ്ട, ക്രമേണ വളം വലിച്ചെടുക്കണം. അതാണ് നമ്മൾ ഇങ്ങനെ ഒഴിക്കുന്നത്. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു ലായനി വളമാണ്. ഈ ലായനി വളം എന്ന് പറയുമ്പോൾ നമ്മളിതിനകത്ത് വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ കഞ്ഞിവെള്ളത്തിനകത്ത് ഒരു 4-5 ദിവസം വെച്ചിരുന്ന് ഇളക്കി അത് ലായനിയാക്കിയതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒഴിച്ചാൽ ആ ദിവസം തന്നെ ഈ സസ്യങ്ങൾക്കുള്ള വേരുകൾക്ക് ഇത് വലിച്ചെടുക്കാൻ കഴിയുകയും നമ്മൾ വളമിട്ടതിൻ്റെ പ്രതീതി ഉണ്ടാവുകയും ചെയ്യും. ഇത് ആഴ്ചയിൽ ഒരു ദിവസം വീതം ഒഴിച്ചു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എല്ലാ വൃക്ഷങ്ങളും കായ്ഫലം തരുമെന്നാണ് അനുഭവസ്ഥർ വ്യക്തമാക്കുന്നത്. നമ്മളതൊന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു ശ്രമമാണ്. ഒപ്പം ഈ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും നമ്മൾ കട്ടിയായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അത് ക്രമേണ വളമെടുക്കാൻ വേണ്ടിയാണ് നമ്മളത് ഇട്ടിരിക്കുന്നത്. കാരണം നല്ല പരിചരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പരിചരണം കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇത് കായ്ഫലം തരുമോ എന്നാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്. വളരെ പെട്ടെന്ന് കായ്ക്കുമോ എന്നാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഇത് കടകളിൽ നിന്ന് മേടിക്കുന്ന സൂഡോമോണസ് എന്ന് പറയുന്ന ഒരു പൊടിയാണ്. ഈ സൂഡോമോണസ് എന്ന് പറയുന്ന ഈ പൊടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ജൈവവള കർഷകർ ജൈവവളം ഇടുമ്പോൾ ആ വളം പെട്ടെന്ന് വിഘടിക്കാനും അത് പെട്ടെന്ന് വലിച്ചെടുക്കാനും വേരുകളെ പ്രാപ്തമാക്കുന്ന ഒരുതരം നല്ല ബാക്ടീരിയയാണ് ഈ സംഗതി. വലിയ വൃക്ഷങ്ങൾക്കൊക്കെ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാൽ ചെറിയ ചെടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് കഞ്ഞിവെള്ളത്തിൽ തളിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. സൂഡോമോണസ് ആണ് ഇതിട്ടാൽ നമ്മളിപ്പോൾ ഇട്ട വളങ്ങൾ വളരെ പെട്ടെന്ന് ഇത് വേരുകൾക്ക് വലിച്ചെടുക്കാനുള്ള ഒരു കരുത്തേക്കും. അത്തരത്തിലുള്ള ബാക്ടീരിയയാണ്. രാസവളങ്ങളിടുന്ന കൃഷിക്കൊന്നും തന്നെ ഇത് ഇടരുത്. അങ്ങനെ ഇട്ടാൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ബാക്ടീരിയ ഇല്ലാതായിപ്പോവും. അത് നമ്മൾ ഓർക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ചുറ്റും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പത്ത് ലിറ്റർ വെള്ളമാണ് നമ്മൾ ഇതിൻ്റെ ചുറ്റും ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മളിട്ട ഈ പൊടി, ഈ വളം ഒക്കെ മണ്ണുമായിട്ട് ചെറുതായിട്ടൊരു കൂട്ടിച്ചേരലുണ്ടാവണം. അതിനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് മഴക്കാലത്താണ് ഈ വളം ഇടുന്നതെങ്കിൽ ഒരു കാരണവശാലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഈ മറ്റുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അത്രയും ജോലികൾ ചെയ്തു. ഇനി നമ്മൾ ആ കുറച്ച് മണ്ണ് ഇതിൻ്റെ ചോട്ടിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം ഈ മണ്ണ് ഈ വളവുമായിട്ട് കൂട്ടിച്ചേർന്നെങ്കിൽ മാത്രമേ ഈ സസ്യങ്ങൾക്ക് ഇത് വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് മണ്ണ് മതി, കൂടുതൽ മണ്ണൊന്നും വേണ്ട. ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നല്ല മഴയാകുമ്പോൾ, സമർത്ഥമായ മഴ ലഭിച്ചു കഴിയുമ്പോൾ ഇതിന് ചുവട്ടിൽ തോലും ഒക്കെ വാരിയിട്ട്, അതുപോലെ വാഴക്കൊല വെട്ടിക്കഴിഞ്ഞാൽ പിണ്ടിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞൊക്കെ ഇട്ടാൽ, അങ്ങനെ കൂടുതൽ വളം ചെയ്യണം. ഒരു നല്ല വളം ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഈ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ഈ മുള്ളാത്ത 2 കൊല്ലം കൊണ്ട്, അതായത് അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തെ കായ്ഫലം തരും എന്നാണ് പ്രതീക്ഷ. അതിനുള്ള പരീക്ഷണമാണ്. തീർച്ചയായിട്ടും അടുത്ത വളപ്രയോഗവും ഇതിൻ്റെ കായ്ഫലവും കായ് പറിക്കുന്ന രീതിയൊക്കെ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ഇടുന്നതാണ്. ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.